ഇതെന്താ ഇങ്ങനെ വന്നെ? ഞാൻ ഇങ്ങനെ വന്ന എന്താന്ന് ഞാൻ പണ്ട് കുതിര പോലീസിലായിരുന്നു. ഇപ്പൊ എനിക്ക് കുതിര തരത്തില്ല. അതെന്താ? കുതിരക്കുള്ള മുതിര ഞാൻ എടുത്ത് തിന്നു. അതുകൊണ്ട് അവരും കുതിര കട്ട് ചെയ്തു. അതൊരു തെറ്റല്ലേ? അത് ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അതിനാ ഒരു മിണ്ടാപ്രാണിയുടെ ആഹാരം എടുത്ത് കഴിക്കാനുള്ളത് ശരിയാണത്? ശരിയാണ്. ഞാനും മിണ്ടാപ്രാണിയല്ലേ? നിങ്ങൾ മിണ്ടാപ്രാണിയാ? നിങ്ങൾ എന്നെ കുതിരയാണോ? അതല്ല, മേലുദ്യോഗസ്ഥന്മാർ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ മിണ്ടാപ്രാണിയാണ് വിളിക്കുന്നത്. അപ്പൊ ഒരു മിണ്ടാപ്രാണിയുടെ ഭക്ഷണം ഒരു മിണ്ടാപ്രാണി കഴിച്ചാൽ എന്താണ് തെറ്റ്? അപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നെന്താണ്? ഇങ്ങോട്ട് വന്നത് ഞാൻ പറയാം. നെൽസൺ. അതെ. ബിനു അടിമാലി. അതെ അതെ. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങളുടെ കോമഡി. താങ്ക് യു. ഇവിടെ എന്താണ്? ഇവിടെ ഞങ്ങളെ കോമഡി മസാല എന്ന് പറഞ്ഞ പുതിയൊരു പ്രോഗ്രാം. അതെയോ? അതെ. ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ, വീട്ടിലെ അവളെ കൊണ്ട് കാണിക്കാനാണ്. സാറേ, എന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്നെ എപ്പോഴേലും എനിക്ക് കിട്ടും, ഇവരെ എനിക്ക് എപ്പോഴും കിട്ടത്തില്ല. ഞാൻ ഓടിപ്പോയിട്ട് പിന്നെ എന്നെ കുറ്റം പറയും. ഞാൻ ഓടിച്ചിട്ട് പിടിച്ചോളാം, നീ അവിടെ നിൽക്കും. ഒരു ശകലം ഒന്ന് വെയിറ്റ് ചെയ്യണം. ചിരിക്കണേ. അയ്യോ, അടിപൊളി കേട്ടോ, അടിപൊളി. സാറേ, ഇങ്ങോട്ട് പറയടാ, എന്താ സംഭവം എന്നറിയോ? എന്താ ചെയ്ത ഇവൻ? എന്താ മാലമോഷണം. അയ്യോ അയ്യോ, ഭയങ്കര സംഭവമാണല്ലോ. ആളുകളെയാണ് നമുക്ക് ഈ ഫ്ലോറിൽ ആവശ്യം. നമുക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? പോട്ടെ, അത് ഞങ്ങൾ എന്തെങ്കിലും ഉദ്ദേശിച്ചോട്ടെ. ഞങ്ങൾക്ക് ഉദ്ദേശിച്ച കറക്റ്റ്. ഞങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇല്ല, അദ്ദേഹം ഒരു പാട്ട് പാട്ടെ. എന്നാ പിന്നെ നടക്കട്ടെ. ആദ്യതാളവേ. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻരൂപം. സ്വർണ്ണ ഗോപുര. ഇങ്ങനെയാണോ ഗാനഭൂഷണം പാസ്സായ ഒരാൾ പാട്ട് പറഞ്ഞത്? നിങ്ങളോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞില്ല, നിങ്ങൾ എന്താണ് ഈ ഉദ്ദേശിച്ചെന്ന്? ഗാനഭൂഷണം എന്നല്ലേ പറഞ്ഞത്? മുനിഞ്ഞു വന്നേ, പുറത്തു വേടാ. ഇവൻ ഗാനഭൂഷണമല്ല, മാലമോഷണം എന്നാണ് ഞാൻ പറഞ്ഞത്. അറിയാമോ, എന്റെ സ്റ്റേഷൻ പരിധിയിൽ മാലമോഷണം നടത്തിയ ഏക വ്യക്തി ഇവനാണ്. എന്റെ സ്വാമിയെ, എന്നോട് പുറത്തേക്കടേ. എന്റെ സ്റ്റേഷൻ പരിധിയിൽ മാലമോഷണമെന്ന് ഒരു അയ്യപ്പ ഭക്തനായതുകൊണ്ട് ഞാൻ ഇത്രയും ക്ഷമിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഈ മാല മോഷ്ടിച്ചു എന്ന് ആരാണ് കണ്ടത്? എന്താണ് തെളിവ്? തെളിവുണ്ടോ? ആരെങ്കിലും കണ്ടോ? തൊണ്ടി എവിടെ? തൊണ്ടി ഈ തണ്ടി എടുത്ത് വിഴുങ്ങിയെന്ന്. വിഴുങ്ങിയാ? അപ്പൊ പിന്നെ അപ്പീടിപ്പിച്ചാ പറയാൻ സാറേ. പീഡിപ്പിക്കാത്ത കുഴപ്പമുള്ളൂ ഞാൻ. അയ്യോ, പീഡിപ്പിക്കുന്നല്ല പറഞ്ഞേ, അപ്പീടിപ്പിച്ചാ പോരായിരുന്നു. അത് അപ്പീഡിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയാവോ? സാറിനറിയോ, എന്റെ മുട്ടിന് ഭയങ്കര വേദനയാണ്. അതെന്താ സാറേ? ഇവനെ ഞാൻ എന്റെ മുട്ടയിലിരുത്തിയാണ് അപ്പീഡിപ്പിച്ചത്. ഇതിനല്ലെങ്കിൽ എഴുന്നേറ്റ് ഓടും. എന്നിട്ട് മാല കിട്ടിയില്ല. എന്ത് കൊടുത്തവനെ? 8 കുറ്റി പുട്ട്, 8 മുട്ട, 8 ഏത്തപ്പഴം. ഇതൊക്കെ അതുപോലെ ഇനി വന്നു, മാല വന്നില്ല. അത് കൂടാതെ ഇവൻ അറിയാതെ 1 ഗ്ലാസ് പാലിൽ ഞാൻ വിമ്മ് കലക്കി കൊടുത്തു. ഇവൻ അത് മാക്ക് കുടിച്ചിട്ട് എന്നോട് പറയുക, ഈ ഷാർജ ഷേക്ക് 1 ഗ്ലാസ് കൂടെ എനിക്ക് തരുമോ? ഞാൻ എന്ത് ചെയ്യണം ഇവനെ, ഞാൻ എന്ത് ചെയ്യണം? സ്വാമിയേ, നീ എന്നോട് പൊറുക്കേ. അല്ല, ഇത് ഇവന് മാല വിഴുങ്ങി എന്ന എന്താ തെളിവ്? തെളിവുണ്ടായിരുന്നു. ഞാൻ എക്സ്റേ എടുത്തു. നല്ല ബുദ്ധിയാണ്. നല്ല കേരള പോലീസ് നിസ്സാര ടീമല്ല. ചുമ്മാ അല്ലല്ലോ, 3-4 വർഷം ഞാൻ എക്സ്റേ വെൽഡിംഗ് പഠിച്ചത്. എന്താ പഠിച്ച? എക്സ്റേ വെൽഡിംഗ്. എക്സ്റേ വെൽഡിംഗ്? അല്ല, അത് നല്ല ബുദ്ധി തന്നെ. അതും ഇതും തമ്മിൽ എന്നാ വ്യത്യാസം? രണ്ടിലും എക്സ്റേ ഉണ്ടല്ലോ. ഉണ്ടോ? ഞാൻ എക്സ്റേ എടുത്തു. അതിന് 2 എക്സ്റേ എന്തിനാണ്? 2 എക്സ്റേ എന്തിനാണെന്ന്? ഒന്ന് എന്റെ കൂടെ അങ്ങ് എടുത്തു. അതിനെ സാറെടുത്ത് എന്തിനാ? അതെ, എന്റെ ഭാര്യയ്ക്ക് ഭയങ്കര സംശയം. എപ്പോഴും അവള് പറയും, താങ്കൾക്ക് നട്ടല്ലില്ല. അവളെന്നോട് പറയും, കാരണം നോക്കി കണ്ട ഈ പാമ്പം പാലം പോലെ കിടക്കുന്ന എന്റെ നട്ടല്ലല്ലേ.
ഞാൻ ഈ തോന്നിവാസം പറഞ്ഞു അറിയേണ്ട കാര്യമുണ്ട്. അല്ല ഇതിനകത്ത് ഈ വാര്യലില് ഒരെണ്ണം കുറവുണ്ടല്ലോ, അതെന്നാ സംഭവം? അതെന്തോന്ന് അറിയത്തില്ലയോ? ആ. ഈ സ്ത്രീകളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? പുരുഷന്മാരുടെ വാര്യൽ വെച്ചാണ്. ആ. അതിന്റെ ഗ്യാപ്പാണത്. ആ. ആ. ഇതാണ് ഇവന്റെ എക്സ്റേ. സംഭവം ഇതിനകത്തുണ്ട്, പക്ഷെ കിട്ടാൻ പ്രയാസമാണ്. അതെ സാറേ. ഒരു കൊക്കാപ്പുഴു ആ മാല കഴുത്തിലിട്ട് ഷൈൻ ചെയ്ത് നടക്കുകയാണ്. അതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. കുഴപ്പമില്ല. സാറേ ഇപ്പൊ ഇത്രയൊക്കെ സ്ഥിതിക്ക് മാല എടുത്തല്ലേ പറ്റൂ സാറേ? മാല എടുക്കും. എടുക്കണം. ഇവനേക്കാൾ വലിയ കേസ് ഞാൻ തെളിയിച്ചിട്ടുള്ളവനാണ്. എങ്ങനെ ഇപ്പൊ പ്രശ്നം പരിഹരിക്കും? അതൊക്കെ നിങ്ങൾ കോമഡി അടിച്ചാൽ മതി. കേസ് തെളിയിക്കുന്നതന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ പറ്റണ്ട. അതുകൊണ്ട് പറഞ്ഞല്ലേ സാറേ. സ്വാമിയേ എന്നോട് ക്ഷമിക്കണമേ. വാടാ. ചിന്തിക്കണം. എന്ത്? എനിക്ക് ചിന്തിക്കണം. ചിന്തിക്കണോ? ചിന്തിക്കണം, ചിന്തിക്കണം. അവിടെ നിന്ന് ചിന്തിച്ചോളൂ. ഇവിടെയോ? സാറേ ചിന്തിക്കാന്ന് അല്ല, എങ്ങനെ ചിന്തിക്കാന്ന് സംഭവം? ചിന്തിക്കാന്ന് വെച്ചാൽ അറിയില്ല. ചിന്തിച്ചാൽ മാല കിട്ടുമോ? പിന്നെ അങ്ങനെ എവിടെ നിന്ന് ചിന്തിക്കുന്നു അവിടെ ഞാൻ ലയം. അപ്പൊ അവൻ അവിടെ നിന്ന് ചിന്തിക്കും, എനിക്ക് സാധനം കിട്ടും. നിങ്ങൾ സാക്ഷി. അല്ല, അതെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എന്താ? ഇത് കോമഡി പ്രോഗ്രാം നടക്കുന്നത് ഫ്ലോറാ. അത് അവിടെ നിന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പമില്ല. ഇവിടെ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇത് പുറത്തു പോയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷനെ കൊണ്ട് ചിന്തിപ്പിക്കുക. സ്റ്റേഷൻ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോകും. അവിടെ ഒരു പാമ്പ് പോട്ടടാ. അയ്യോ, അവിടെ പിടിച്ചേക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാ. ഓടാ അങ്ങോട്ട്.